ഇന്നത്തെ പുതിയ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നപ്പോൾ രാവിലെ തന്നെ 3 മുട്ടയൊക്കെ കയ്യിൽ പിടിച്ചിട്ടാണ് കേട്ടോ നിൽപ്പ്. അപ്പോൾ എന്നും ഓംലേറ്റ് ഇല്ലാത്ത ഒരു ദിവസമില്ല. ഒന്നില്ലെങ്കിൽ ഓംലേറ്റ്, അല്ലെങ്കിൽ ബുൾസൈ, അല്ലെങ്കിൽ പുഴുങ്ങിയത്. അങ്ങനെ മുട്ട കഴിച്ചാൽ കൊളസ്ട്രോളൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് കേട്ടപ്പോൾ തുടങ്ങിയതും പിന്നെ എൻ്റെ അനുഭവം കൊണ്ടും ഒക്കെ ആയിട്ട് അന്ന് തുടങ്ങി സ്ഥിരം ഓംലേറ്റ് എല്ലാ ദിവസവും ഉണ്ടാവും, രാവിലെ അല്ലെങ്കിൽ ഉച്ചയ്ക്കോ അല്ലെങ്കിൽ രാത്രിയൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ ഇന്നും ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ പുറപ്പാട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ളിയും കാന്താരി മുളകൊക്കെയാണ് ഞാൻ അതിൽ അരിഞ്ഞിട്ട് കൊടുക്കുക കേട്ടോ. അവിടെ ഒരു മുളക് ചെടി ഉണ്ട്, അപ്പോൾ അതുമ്മ കുറേ നാളുകളായിട്ട് കാന്താരി മുളക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഇട്ട് ഒരു വലിയൊരു ഓംലെറ്റിന് ഉണ്ടാക്കിയെടുക്കും. എന്നിട്ട് അതിൽ നിന്ന് ഞങ്ങൾ മുറിച്ചെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഓരോരോ ഓംലെറ്റ് ഉണ്ടാക്കുന്ന പണിയില്ല, ഒരുമിച്ച് തന്നെ ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ നല്ല കട്ടിയിൽ കഴിക്കുന്നതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. ചിലർക്ക് നല്ല ചെറിയൊരു എന്താ പറയുക, ഒരു ലെയറായിട്ട് കഴിക്കുന്നതാവും ഇഷ്ടം. പക്ഷേ ഞങ്ങൾക്ക് നല്ല കട്ടിയിൽ കഴിക്കുന്ന ഓംലെറ്റ് തന്നെയാണ് ഇഷ്ടം. അതിനൊരു പ്രത്യേക ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമാവുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എന്തെങ്കിലും ഒരു കമൻറ്റെങ്കിലും ഇട്ടിട്ട് പോകണം. വ്ളോഗ് കണ്ടു കഴിഞ്ഞിട്ട് ഒന്നും ചെയ്യാതെ പോകരുത്. അപ്പോൾ അത് എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിന് തുല്യമായിരിക്കും. അപ്പോൾ അങ്ങനെ ബ്രെഡൊക്കെ ചൂടാക്കിയെടുത്ത് ഞാനപ്പോൾ മറ്റേ ഫ്ലാക്സ് സീഡിൻ്റെ ബ്രെഡും ഉണ്ടാവും, പിന്നെ നോർമൽ ബ്രെഡും ഉണ്ടാവും. അപ്പോൾ ഞാൻ കഴിക്കുക ഫ്ലാക്സ് സീഡിൻ്റെ ബ്രെഡാണ്. അപ്പോൾ അതൊക്കെ എടുത്തൊന്ന് ഓവണിൽ വെച്ചിട്ടാണ് കേട്ടോ ചൂടാക്കണമെന്ന്. ക്രിസ്പിയൊന്നും ആക്കണില്ല. അപ്പോൾ ഓംലേറ്റെല്ലാം ഉള്ളിൽ വെക്കണത്. അപ്പോൾ അതുകൊണ്ട് ക്രിസ്പി ആക്കണ്ടെന്ന് വിചാരിച്ച് ഓവണിൽ വെച്ച് ചൂടാക്കിയെടുത്ത് ഇന്ന് മൈനസ് മാത്രമേ പറ്റുന്നുള്ളൂ, വേറെ ചീസോ സാധനങ്ങളൊന്നും വെക്കണില്ല. അപ്പോൾ ഇന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കണ ഓംലേറ്റ് ആണ് കേട്ടത്, അല്ല ബ്രെഡ് സാൻഡ്വിച്ച് ആണ് കേട്ടത്. അപ്പോൾ അങ്ങനെ എനിക്ക് മൈനസ് പറ്റി തരുന്നുണ്ട്. ഞാനപ്പോൾ അതൊക്കെ സ്പ്രെഡ് ചെയ്ത് ഓംലേറ്റിൻ്റെ ബ്രെഡിൻ്റെ ഉള്ളിലൊക്കെ വെച്ച് അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അപ്പോൾ വേറെ ഒന്നുമില്ല ഇന്ന് കഴിക്കാനായിട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കുകയാണ്. പെട്ടെന്ന് ഉണ്ടാക്കണ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആകുമ്പോൾ നമുക്ക് അധികം പാത്രങ്ങളൊന്നും കഴുകാനുണ്ടാവില്ലല്ലോ, എന്നാലും കുറച്ചൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്നലെ ചെറുപയർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മുകളിലൊക്കെ മുളച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ട്. അങ്ങനെ ഒരു കൊട്ടയിലോട്ട് പകർത്തി വെക്കുകയാണ്. അപ്പോൾ ഇന്ന് കുറച്ച് ചെറുപയർ ഉപ്പേരിയും കൂടി ഉണ്ടാക്കണം. അപ്പോൾ അതിനുള്ളത് ഞാൻ കുക്കറിലിട്ടിട്ട് ഒരു വിസിൽ കളഞ്ഞെടുക്കാൻ വേണ്ടി, വെള്ളത്തിലിട്ട ചെറുപയറാണല്ലോ, അപ്പോൾ പിന്നെ ഒരു വിസിൽ കളഞ്ഞാൽ മതിയല്ലോ. ഞാനപ്പോൾ വെള്ളം ചൂടാക്കിയിട്ടാണ് കുടിക്കുക കേട്ടോ. കുടിക്കാൻ വേണ്ടിയിട്ട് നല്ലോണം തിളപ്പിച്ച വെള്ളം തന്നെയാണ് കുടിക്കുക. ആദ്യം ഫിൽറ്റർ വെച്ചിരുന്നു, ഇപ്പോൾ ഫിൽറ്റർ എടുത്ത് മാറ്റി. അതിൽ നമ്മൾ എന്ത് കെമിക്കലാണോ ഫിൽറ്റർ ചെയ്യാൻ വേണ്ടി അവർ യൂസ് ചെയ്യണത് നമുക്കറിയില്ലല്ലോ. അപ്പോൾ അതാണ് ഇപ്പോൾ കുറേ നാളായിട്ട് ഫിൽറ്റർ മാറ്റി ഇപ്പോൾ വെറുതെ തിളപ്പിച്ചിട്ടാണ് കുടിക്കുന്നത്. അങ്ങനെ ഇന്നൊരു ഇറച്ചിക്കറി വെക്കുന്നുണ്ട്, ചിക്കൻ കറിയാണ്. ചിക്കൻ ഇതേപോലെ നന്നായിട്ട് കഴുകിയതിന് ശേഷം സുറുക്ക വെള്ളത്തിലിട്ട് വെച്ച് നോക്കി, നന്നായിട്ട് ഒന്നും കൂടെയും ബ്ലഡൊക്കെ ഇറങ്ങി വരുന്നത് കാണാം. അപ്പോൾ അതൊരു ടിപ്സാണ് കേട്ടോ. നന്നായിട്ട് നമുക്ക് നല്ല വെള്ള നിറത്തിൽ തന്നെ ചിക്കൻ കിട്ടും ഇതേപോലെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ. മൊത്തം കഴുകിയതിന് ശേഷം ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് സുറുക്കൊഴിച്ച് ഇട്ട് വെക്കണം ഒരു 10 മിനിറ്റ് നേരം. അങ്ങനെ സബോളൊക്കെ ഞാൻ അരിഞ്ഞു കുക്കറിലോട്ട് ഇട്ട് കൊടുത്തു. ഞാൻ ബയോഗ്യാസിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ബയോഗ്യാസ് ഉണ്ട് ടാങ്കിൽ. അപ്പോൾ ടാങ്കിൽ ബയോഗ്യാസ് നിറയുമ്പോൾ നമുക്ക് സ്ലറി കൂടുതൽ പുറത്തേക്ക് വരും. അപ്പോൾ കുറേ സ്ലറി പുറത്തേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ 2 ദിവസമായിട്ട് ബയോഗ്യാസ് എടുക്കണുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ടാങ്ക് ഫില്ലായിട്ടുള്ളത്. അങ്ങനെ ഇറച്ചിയൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ചിക്കൻ കറി എന്നും വെക്കണ പോലെ തന്നെ മസാലപ്പൊടികളൊക്കെ ഒന്ന് ഞാൻ ചൂടാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇടുമ്പോൾ നല്ലൊരു കളറ് നമുക്ക് കിട്ടും, നല്ലോണം ചൂടാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ പിന്നെ നമുക്ക് ചിക്കൻ ഇട്ടിട്ട് പിന്നെ മസാല വഴറ്റാൻ വേണ്ടിയിട്ട്, കളറ് മാറാൻ വേണ്ടിയിട്ട് ഇടേണ്ട ആവശ്യമില്ല. ഒപ്പം തന്നെ ചിക്കൻ ഇട്ട് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മുടെ ലിക്വിഡൊക്കെ തീർന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിച്ച് വെച്ചു. അതിന് ശേഷം പിന്നെ ഇനി ചിക്കൻ കഴുകിയ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വയ്ക്കണം വേഗം. ഇന്നിപ്പോൾ വെറുംചോറ് തന്നെയാണ് കേട്ടോ വെക്കണത്. വെറുംചോറ് വെക്കണതല്ല, ഫ്രിഡ്ജിലിരുന്ന ചോറ് ഞാൻ എടുത്ത് തിളപ്പിച്ചൂറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെറുപയറിലേക്കുള്ള സബോള അരിഞ്ഞെടുക്കണതാണ്. ചെറുപയർ വെറുതെ ഉപ്പേരി പോലെയാണ് ഉണ്ടാക്കിയെടുക്കണത്. പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ 2 വിസിൽ കളഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെറുപയർ ഉപ്പേരി ഉണ്ടാക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതേപോലെ തന്നെ ഫുഡ് കഴിക്കാൻ പറ്റും. ഒരു പ്രോട്ടീനും ഒരു വെജിറ്റബിളും പിന്നെ എന്തെങ്കിലും ചിക്കനോ ഫിഷോ അങ്ങനെ എന്തെങ്കിലും ഒന്നും കൂട്ടി കഴിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് കിട്ടും.
അപ്പോൾ ചോറിൻ്റെ അളവ് വളരെ കുറച്ചെടുക്കുക. ചോറ് തീരെ ഒഴിവാക്കുന്നവരാണെങ്കിൽ തീരെ ഒഴിവാക്കുക, അല്ലെങ്കിൽ കുറച്ച് ഒരു സ്പൂണൊക്കെ ചോറെടുക്കാം. അങ്ങനെ ഞാൻ അതൊക്കെ കാച്ചി വെച്ച് കഴിഞ്ഞു. അപ്പോൾ ഇൻഡക്ഷൻ സ്റ്റൗവൊക്കെ അപ്പം തന്നെ കഴുകി. പിന്നെ ഇത്തിരി ചായ തിളപ്പിച്ചു. ചായ സുലൈമാനിയാണ് തിളപ്പിച്ചത്. പിന്നെ ചോറ് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഊട്ടി വറക്കി കൂട്ടിയിട്ടാണ് കേട്ടോ ഇന്ന് ചായ കുടിക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ്. ഊട്ടിയിൽ മാത്രമേ കിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നണം. ഊട്ടിയിൽ നിന്ന് കുറച്ച് വഴി പോരുന്നത് വരെ കിട്ടും. ഇതിപ്പോൾ എനിക്ക് ഒരു കസിൻ വാങ്ങിക്കൊണ്ടുവന്നതാണ്. ഊട്ടി പോയപ്പോൾ വാങ്ങിക്കൊണ്ടുവന്നത്. എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞു കേട്ടപ്പോൾ വാങ്ങിക്കേണ്ടത്. നല്ല ടേസ്റ്റാണ് കഴിക്കുന്നതിൻ്റെ ഉള്ളിൽ നല്ല ലെയറായിട്ടിരിക്കും. അങ്ങനെ പൊടിഞ്ഞു പോകും നമ്മുടെ കയ്യിൽ വെച്ച് കഴിക്കുമ്പോൾ. നമ്മൾ കൈ അടിയിൽ പിടിച്ചിട്ട് വേണം കഴിക്കാൻ, അല്ലെങ്കിൽ ഒരു പ്ലേറ്റിൽ വെച്ച് കഴിക്കണം, അല്ലെങ്കിൽ താഴെ നന്നായിട്ട് പൊടിഞ്ഞു പോകും. അത് ഏറ്റവും ഇഷ്ടമുള്ളതാണ് എനിക്ക് കേട്ടോ. ആർക്കൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഊട്ടി വറക്കിന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ എല്ലാവരും. അപ്പോൾ ചോറൊക്കെ തിളപ്പിച്ച് ഊറ്റി ഞാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ പപ്പടം കൊണ്ടുവന്നു. പപ്പടം കൊണ്ടുവന്ന ഒരു ചേച്ചി ഇവിടെ പപ്പടം കൊണ്ടുതരും. അപ്പോൾ ആ പപ്പടവും കൂടി പൊരിച്ച് വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പപ്പടം പൊരിക്കാനിരിക്കുകയാണ്. ഞാനപ്പോൾ ഇൻഡക്ഷനല്ല, ഞാൻ എൻ്റെ കറണ്ടിൻ്റെ അടുപ്പുമ്പോഴാണ് കേട്ടോ ഞാൻ വെക്കണത്. പിന്നെ ഇക്കപ്പോഴത്തേക്കിനും നമ്മുടെ ആപ്പിളും മുസമ്പിയൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരേ കഷ്ണം എടുത്ത് കഴിച്ചു. അങ്ങനെ ഞാൻ കുളിക്കാൻ പോയി. കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായി വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് സമയം കൂടി ഉണ്ടായി. അപ്പോൾ അവിടെ കുറച്ച് തുണികളൊക്കെ മടക്കി വെക്കാനുണ്ടായിരുന്നു. അതൊക്കെ മടക്കി വെച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ താഴത്തോട്ട് പോകുന്നത്. താഴത്ത് വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഇനി അധികം പണികളൊന്നുമില്ല. ഇനി ഭക്ഷണം കഴിക്കുന്ന പണി മാത്രമേ ഉള്ളൂ. ചിക്കൻ കറി ഉണ്ട്, പയർ തോരൻ വെച്ചതുണ്ട്, ചെറുപയർ ഉപ്പേരി വെച്ചതുണ്ട്, പിന്നെന്താ ചോറ് തിളപ്പിച്ചൂറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ മോരും ഈ ഓംലേറ്റിൻ്റെ കഥ പറഞ്ഞ പോലെ തന്നെയാണ്. മോരും എന്നും ഉണ്ടാവും എൻ്റെ ലഞ്ചിൽ. പിന്നെ പപ്പടം പൊരിച്ചതും ഇതൊക്കെ കൂട്ടിയിട്ടാണ് ഞാൻ ഇത്തിരി ചോറ് എടുത്തിട്ടുണ്ടെന്ന്. അപ്പോൾ ചിക്കൻ കറി ഉള്ളതിന് ഇത്തിരി ചോറിട്ട്, പിന്നെ നമ്മുടെ കറി നാരങ്ങ അച്ചാറ് ഉണ്ട്. അപ്പോൾ അതും കൂട്ടിയിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ മോര് ആദ്യം കുടിച്ചിട്ട് ഞാൻ പിന്നെ ചോറിലൊഴിച്ച് കഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ടാറ്റ ബൈ ബൈ.